ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ രണ്ടാം ഭാഗത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ -1 to 1 5x⁴ √(x⁵5 + 1). ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് x⁵5 + 1 t എന്ന് കൊടുക്കാം. x⁵5 + 1 t കൊടുത്തു കഴിഞ്ഞാൽ 5x⁴ dx = dt എന്നും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -1 to 1 √t ഇത് രണ്ടും കൂടി dt എന്ന് എഴുതാം. അപ്പോൾ t⁴1/2 ആണ്. റൂട്ട് എന്ന് പറഞ്ഞാൽ 1/2 ആണ്. n+1/n+1 പ്രകാരം -1 to 1 ഇങ്ങനെ എഴുതുന്നു. ടിയുടെ വാല്യൂ കൊടുക്കാം. x⁵5 + 1 1/2 + 1 എന്ന് പറയുന്നത് 3/2/3/2 -1 to 1. ഇനി 1 ഇതിൽ ആദ്യം 1 കൊടുക്കണം. 1 കൊടുക്കുമ്പോൾ 1/5 + 1 3/2/3/2 -1 1/5 + 1 3/2/3/2 1/5 എന്ന് പറയുമ്പോൾ 2 ആവും. 2/3/2 വരും. അവിടെ -1/5 എന്ന് പറഞ്ഞാൽ -1 ആണ് വരിക. -1 + 1 എന്ന് പറയുമ്പോൾ 0 ആയി. അപ്പോൾ ആ ടൈമില്ല. ആകെ 2/3/2/3/2 അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. tan 1x/1 + x². അവിടെ നമ്മൾ tan 1x t എന്ന് കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്. 1/1 + x² dx = dt എന്നാണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഇത് = 0 to 1 tan 1x t എന്ന് കൊടുത്തു. dx/1 + x² കൂടുമ്പോൾ dt എന്ന് പറഞ്ഞു. therefore t²/2. ടിയുടെ സ്ഥലത്ത് tan 1x കൊടുക്കാം. (2) നമുക്ക് 1 കൊടുക്കാം. അവിടെ tan 1 of 1 (2/2) മൈനസ് tan 1 of 0 (2/2). 1 എടുക്കുമ്പോൾ അവിടെ π/4 ആണ്. π/4ൻ്റെ സ്ക്വയർ π²/4 വരും. ഓൾറെഡി അവിടെ ഒരു 2 ഉണ്ട്. 0 തന്നെ. tan 1 of 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ആൻസർ π²/4² എന്ന് പറയുമ്പോൾ 4² വരും. അപ്പോൾ 16 π²/32. അടുത്ത ഇനി എക്സസൈസ് 7.10 പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെയും x² + 1 t എന്ന് കൊടുക്കണം. 2x dx = dt. 2 അവിടെ ഇല്ലാത്ത കാരണം അതിനിപ്പുറത്തേക്ക് കൊണ്ടുവരും. /2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/t × dt/2. അപ്പോൾ ഹാഫ് പുറത്തേക്ക് വയ്ക്കാം. log t 0 തൊട്ട് 1 വരെ. ഹാഫ് അവിടെ ഇരിക്കട്ടെ. log ഓഫ് ടിയുടെ സ്ഥലത്ത് x² + 1 കൊടുക്കാം. 0 to 1. ഇനി 1ഉം 0യും കൊടുക്കാം. log ഓഫ് 1 + 1 എക്സിൻ്റെ സ്ഥലത്ത് 1 കൊടുത്താണ് കേട്ടോ. ഇനി 0 കൊടുക്കാം. log ഓഫ് 0 + 1. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും ഹാഫ് ഓഫ് log 2 മൈനസ് log 1. log 2 ആണ് ഉത്തരം കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. cos⁵5 d⁵. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ചാൽ this is equal to integral 0 to π/2 √sin⁵ cos⁵5ന് നമ്മൾ cos⁴5 × cos⁵ എന്ന് എഴുതണം. 5 ആണ് കേട്ടോ. തീറ്റ പോലത്തെ വേറൊരു നമ്പറാണ് ഈ 5. ഒരു ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0 to π/2 √ തീറ്റ പോലെ എക്സ് പോലെ ഒരാളെന്ന് കരുതിയാൽ മതി. ഇതിനെ നമുക്ക് cos² 5 2 × cos⁵ d⁵ എന്ന് എഴുതാം. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്.
സൈനും കോസും കൂടുതൽ മൾട്ടിപ്പിൾസിൽ വരുമ്പോൾ നമ്മൾ ഏതിനെങ്കിലും ഒന്നിനെ ഇപ്പം നമ്മൾ ചെയ്യാൻ പോണത് ഇതിനെ സൈൻ്റെ ടേമിലോട്ട് ആക്കി മാറ്റാൻ പോവുകയാണ്. ഒരു കോസിനെ മാറ്റി നിർത്തും. ആ കോസ് നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനെ കോസ് സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് സൈൻ സ്ക്വയർ ഫൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കോസ് ഫൈ ഡി ഫൈ. ഇനി നമുക്ക് സൈൻ ഫൈക്ക് നമുക്ക് വാല്യൂ ടീന് കൊടുക്കാം. സൈൻ ഫൈ ഈക്വൽ ടു ടി. അപ്പോൾ എന്ത് വരും? കോസ് ഫൈ ഡി ഫൈ ഈക്വൽ ടു ഡി ടി. ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോസ് ഫൈ നമ്മൾ മാറ്റി നിർത്തിയത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഇൻ്റഗ്രൽ 0 to π/2 റൂട്ട് ടി ഇൻറ്റു 1 മൈനസ് ടി സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി ടി. 0 to π/2 റൂട്ട് ടീനെ t⁻1/2 എന്ന് എഴുതാം. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ, എയുടെ സ്ഥലത്ത് 1 ആണ്, മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ടി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ടി സ്ക്വയർ ഹോൾ സ്ക്വയർ t⁻4. നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കാം. t⁻1/2 ഇൻറ്റു 1 t⁻1/2 2 ഇൻറ്റു t⁻1/2 ഇൻറ്റു 2 ടി t⁻1/2 ഇൻറ്റു 4 ടി സ്ക്വയർ. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. t⁻1/2 ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 പ്ലസ് 1 ബൈ 1/2 പ്ലസ് 1 അതായത് 3/2 2 ടി സ്ക്വയർ t³ 0 മുതൽ π/2 വരെ. ടിയുടെ വാല്യൂ തിരിച്ചു കൊടുക്കാം. സൈൻ ഫൈ റേസ് ടു 3/2 ബൈ 3/2 എന്നുള്ളത് നമുക്ക് 2/3 എന്ന് എഴുതാം. മൈനസ് 2 ഇൻറ്റു സൈൻ സ്ക്വയർ ഫൈ പ്ലസ് 1/3 ഇൻറ്റു സൈൻ ക്യൂബ്ഡ് ഫൈ 0 to π/2 വരെ. π/2 കൊടുക്കുമ്പോൾ എന്താ വരിക? 1 അല്ലേ? സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ സൈൻ π/2 എന്ന് പറഞ്ഞാൽ ആദ്യം π/2 കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ 2/3 സൈൻ 90 π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. സൈൻ 90 എന്ന് പറയുന്നത് 1 മൈനസ് 2 ഇൻറ്റു 1 പ്ലസ് 1/3 ഇൻറ്റു 1 മൈനസ് ഇനി നമുക്ക് 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ സൈൻ 0 ഒക്കെ 0 ആണ് വരിക. അപ്പം ഇങ്ങനെ വരിക. അപ്പോൾ 2/3 മൈനസ് 2/3 മൈനസ് 2 പ്ലസ് 1/3 2ഉം 1ഉം കൂടി കൂട്ടുമ്പോൾ 3/3 എന്ന് പറയുന്നത് 1. ദാറ്റ് ഈസ് 1 മൈനസ് 2 ഈക്വൽ ടു -1. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് എക്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നാണ്. എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ കൊടുക്കുമ്പോൾ dx ഈക്വൽ ടു ഇങ്ങനെ ഇരിക്കട്ടെ. പുട്ട് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താ വരാൻ നോക്കാം. ഇൻ്റഗ്രൽ അപ്പോൾ എന്താ വരിക? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. നമ്മൾ ഡെറിവേറ്റീവ് ഒന്നും കാണണ്ട, കാരണം ഇവിടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി നോക്കാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ dx ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് എന്ത് വരും എന്നറിയോ? ഇത് സൈൻ 2 തീറ്റയാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സും സൈനും ക്യാൻസൽ ആയി പോകും. 2 തീറ്റ dx വരും. നമുക്ക് തിരിച്ചു കൊടുക്കാം. 2 ഇൻറ്റു തീറ്റയുടെ സ്ഥലത്ത് ടാൻ ഇൻവേഴ്സ് എക്സ് കൊടുക്കാം. dx ആയി. ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 2 ഇവിടെ ഇരിക്കട്ടെ. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്ത് വരും? ഇൻ്റഗ്രൽ നമുക്ക് ചെയ്ത് നോക്കാൻ വേണം. നമുക്ക് യുവും വിയും ഉപയോഗിച്ച് ചെയ്യണം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. യു ഈക്വൽ ടു 1 യു ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് വി ഈക്വൽ ടു 1 യു ഡാഷ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ വി ഈക്വൽ ടു എക്സ്. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ അപ്ലൈ എന്ത് വരും? 2 ബ്രാക്കറ്റിലിരിക്കട്ടെ. അതാ ഇങ്ങോട്ടാണ് ചെയ്യാം. ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 1/2 ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആയി മുകളിൽ. അപ്പോൾ അതിനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് 1/2 ഇൻറ്റു
log of 1 plus x square. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ കഴിഞ്ഞു. ഈ 0യും 1ഉം ഇതിൽ അപ്ലൈ ചെയ്യാനാണ് വേണ്ടത്. ഇപ്പോൾ 2 ആദ്യം 1 അപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു tan ഇൻവേഴ്സ് ഓഫ് 1. ടാനിന് 1 കിട്ടുന്നത് 45 π/4 മൈനസ് 1/2 ഇൻറ്റു ലോഗ് ഓഫ് 1 + 1 2 മൈനസ് 0 കൊടുക്കുമ്പോൾ ഇതൊക്കെ 0 വരും. ഇവിടെ മാത്രം ആദ്യത്തെ ടേം 0 വരും. മൈനസ് ഹാഫ് ഓഫ് ലോഗ് 1 വരും. ടു π/4 എന്ന് പറയുമ്പോൾ π/2. 2 2 വെട്ടി പോകുമ്പോൾ മൈനസ് ലോഗ് 2. ഇവിടെയും 2 2 വെട്ടി പോകും ലോഗ് 1. ലോഗ് 1 എന്ന് വെച്ചാൽ 1 തന്നെ. 2 ഇൻറ്റു 1 ആണ് വരിക, അതായത് 2. അപ്പോൾ π/2 മൈനസ് ലോഗ് 2 ആണ് ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് ഓഫ് എക്സ് പ്ലസ് 2. ഇവിടെ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് സ്പേസ് അധികമായി പോയി. അവിടെ നമ്മൾ എന്ത് ചെയ്യും? റൂട്ട് എക്സ് പ്ലസ് 2നെ ടീന്ന് കൊടുക്കും. അപ്പോൾ എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ടി സ്ക്വയർ. അപ്പോൾ ഡി എക്സ് ഈക്വൽ ടു എന്ത് വരും? 2t ഇൻറ്റു ഡി ടി. ഓക്കെ, ഡി എക്സിൻ്റെ സ്ഥലത്ത് 2t ഇൻറ്റു ഡി ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഈക്വൽ ടു എന്ത് വരും? എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ മൈനസ് 2. ഇതിൽ കൊടുക്കാം 0 to 2. എക്സിൻ്റെ സ്ഥലത്ത് ടി സ്ക്വയർ മൈനസ് 2 കൊടുക്കണം. റൂട്ട് എക്സ് പ്ലസ് 2ൻ്റെ സ്ഥലത്ത് ടി കൊടുക്കണം. ഡി എക്സിൻ്റെ സ്ഥലത്ത് 2t ഇൻറ്റു ഡി ടി കൊടുക്കണം. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കണക്ക് നമ്മൾ ചെയ്യണത്. അതിവിടെ ഈ റൂട്ട് വന്നതിനാണ്, റൂട്ടിനുള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. കൊടുക്കാം, ഇതിൽ വാല്യൂ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ഈ 2t പുറത്ത് കൊടുക്കണ്ട. അപ്പോൾ ടി സ്ക്വയറായി. 2 പുറത്തിരിക്കട്ടെ. 0 to 2 ടി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു ടി സ്ക്വയർ ഡി ടി. നമുക്കതങ്ങോട്ട് ഉള്ളിലേക്ക് എടുക്കാം. t⁴ മൈനസ് 2 ടി സ്ക്വയർ ഡി ടി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 2 ഇൻറ്റു പവറിലൊന്ന് കൂട്ടാമെന്നാണ് പറഞ്ഞത്. 0 to 2. ഇനി നമുക്കിവിടെ ടിയുടെ വാല്യൂ കൊടുക്കാം. ടി എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് പ്ലസ് 2 ആണ്. റേസ് ടു 5/5 മൈനസ് 2 ഇൻറ്റു റൂട്ട് എക്സ് പ്ലസ് 2 ഓൾ റേസ് ടു 3/3 0 തൊട്ട് 2 വരെ. ഈ 2 കൊടുത്ത് നോക്കാം. 2 + 2 4 വരും. അപ്പോൾ 2 ഇൻറ്റു ആദ്യം 2 ആണ് കൊടുക്കുന്നത് എക്സിൻ്റെ സ്ഥലത്ത്. 2 + 2 4 ആണ് വരിക. റൂട്ട് 4 എന്ന് പറയുന്നത് 2 വരും. 2/5 മൈനസ് 2/3 ഇൻറ്റു ഇവിടെയും 2 വരും. മൈനസ് ഇനി 0 കൊടുക്കണം. റൂട്ട് 2/5 മൈനസ് അവിടെ ഓൾറേസ് ടു 5 ഉണ്ടായിരുന്നു. ഇപ്പോൾ 2⁵ വരും ഇവിടെ. ഇത് ഇവിടെ ക്യൂബും വരും. ഓൾറേസ് ടു 5 വരും. റൂട്ട് 2 ഓൾറേസ് ടു 3 വരും. ഇത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അതായത് ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. ബാക്കി നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ചോദ്യമാണ് വരിക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോക്കസ് ഏരിയയിൽ വരുന്ന ചോദ്യമാണിത്. ഇതിനാദ്യം നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഇൻ്റഗ്രൽ -1 to 1 dx/x² + 2x + 2ൻ്റെ പകുതി 1, 1ൻ്റെ സ്ക്വയർ 1. അതാണ് ഇവിടെ വേണ്ടത്. അതിന് പകരം 5 ആണ്. 5നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ 4 1 + 4 5 എന്നുള്ള രൂപത്തിൽ എഴുതാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് x + 1 ഹോൾ സ്ക്വയർ + 4 എന്നായി. ഇൻ്റഗ്രേഷൻ ചെയ്യാം. tan ഇൻവേഴ്സ് ഓഫ് x/a. ഇതിന് മുമ്പ് 1/a ഉണ്ടായിരുന്നു. a എന്ന് പറയുന്നത് 2. ഇനി ഇതിൽ -1 to 1 കൊടുക്കാം. ആദ്യം 1 കൊടുക്കാം. 1 + 1 2 2/2 1 -1 കൊടുക്കാം. -1 + 1 0. tan ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് 45 π/4 ആണ്. tan ഇൻവേഴ്സ് 0 എന്ന് പറയുന്നത് 0.
ഇതാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത് നോക്കാം. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു അവസാനമാണ് എക്സ് സ്ക്വയർ കൊടുക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ആദ്യം എഴുതണം. എക്സ് സ്ക്വയറിൻ്റെ ടേമാണ് ആദ്യം എഴുതാം. പിന്നെ എക്സിൻ്റെ ടേം ഇതാണ്, ഇത് പ്ലസ് ആണ്, അപ്പോൾ അതിവിടെ എഴുതി. ഇനി 4 പക്ഷെ 4 നമുക്ക് വേണ്ടത്, ഇതിൻ്റെ പകുതിയുടെ സ്ക്വയർ വേണം നമുക്ക് ഇവിടെ വരാനായിട്ട്. എക്സിൻ്റെ ചിഹ്നം പ്ലസ് ആണ്. എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളത് 1 ആണ്. 1ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/2 ആണ് വരിക. 1/2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 വരും. പക്ഷേ ഇതിൻ്റെ സ്ക്വയറിൻ്റെ ചിഹ്നം മൈനസ് ആയി കാരണം ഇതിൻ്റെ ചിഹ്നവും മൈനസാണ് വേണ്ടത്. ഇവിടെ നമുക്കുള്ളത് 4 4 നിന്നാണ് 1/4 ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം 4/4 അവിടെ വേണ്ടത്. 4/4 4 കുറയ്ക്കുമ്പോഴാണ് ഈ 4 അവിടെ കിട്ടുന്നുണ്ടാവുക. അപ്പോൾ 4 and 1/4 ആണ് വേണ്ടത്. അപ്പോൾ എത്ര വരും? 17/4 ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ വന്ന് എന്താണ് സൗകര്യം? 17/4 മൈനസ് ഇതിങ്ങനെ പുറത്തേക്ക് എടുത്താൽ അതിൻ്റെ നടുവിൽ മൈനസ് വരും. 1/4 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? എക്സ് മൈനസ് 1/2 ഹോൾ സ്ക്വയർ നേടാം. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ള ഫോർമാറ്റായി. ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. 1/2a ഇൻറ്റു 2 ഇൻറ്റു √17/2. ഇത് എ സ്ക്വയർ ആണ്, ഇതിൻ്റെ സ്ക്വയർ റൂട്ടാണ് എ. ലോഗ് ഓഫ് എക്സ് പ്ലസ് എ എക്സ് മൈനസ് 1/2 പ്ലസ് √17/2 ബൈ എക്സ് മൈനസ് എ എക്സ് മൈനസ് 1/2 മൈനസ് √17/2. 0 മുതൽ 2 വരെ. ഈ 2ഉം വെട്ടിപ്പോയി. 1/√17 ലോഗ് ഓഫ് 2 കൊടുക്കുമ്പോൾ 2 മൈനസ് ഹാഫ്. 2 മൈനസ് ഹാഫ് എന്ന് പറയുമ്പോൾ 3/2. 3/2 പ്ലസ് √17/2 ബൈ 3/2 മൈനസ് √17/2 മൈനസ് ലോഗ് ഓഫ് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? -1/2 പ്ലസ് √17/2 ബൈ -1/2 മൈനസ് √17/2. അപ്പോൾ ഇത്രയും എഴുതിയാൽ മതി. കാൽക്കുലേറ്റ് ചെയ്തെടുക്കണം നിർബന്ധമൊന്നുമില്ല. ഇത് മൈനസ് വരുമ്പോൾ ഇങ്ങോട്ട് മറിച്ചിട്ട് ഗുണിക്കുന്ന രൂപമാകും. തന്നെ ചെയ്ത് നോക്കാൻ ബാക്കി ഇത്രയ്ക്കും ചെയ്താലും കംപ്ലീറ്റഡ് ആണ്. താങ്ക് യു.